രേണു സുധിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചാണ്. അത് നമുക്ക് കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ഞാലക്കുടി താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഉള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഇവര് ഒന്നിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം പാസ്റ്ററായിട്ട്. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു. എനിക്ക് മാത്രം നഷ്ടമില്ല. നമസ്കാരം. രേണു സുധിയെ വിടാതെ പിന്തുടരുകയാണ് സോഷ്യൽ മീഡിയ. രേണു സുധിയുടെ കഴിഞ്ഞ കാലങ്ങളെയും ചികഞ്ഞുകൊണ്ട് രേണുവിൻ്റെ പിറകെ നടക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഇപ്പോഴത്തെ രേണു സുധിയുടെ പഴയ കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. രേണു സുധി നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു. ബിനു എന്ന് പറയുന്ന വ്യക്തിയെയാണ്. അവരുടെ ഒരു നെയ്ബറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. ബിനു ഇപ്പോൾ ഒരു പാസ്റ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. മാത്രവുമല്ല, ഈ ഒരു വിവാഹബന്ധത്തിലിരിക്കുന്ന സമയത്താണ് രേണു സുധിയുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. അങ്ങനെയാണ് കൊല്ലം സുധിയെ വിവാഹം കഴിക്കുന്നത്. രേണു സത്യത്തിൽ 2 കുടുംബത്തെയും നശിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. രേണു തൻ്റെ കുടുംബത്തിലെ ബിനുവുമായിട്ടുള്ള ബന്ധത്തിലും ബിനുവിൻ്റെ കുടുംബത്തിനും നഷ്ടമുണ്ടാക്കി. അതുപോലെ സുധി ആ സമയത്ത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. രണ്ടാമത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ആദ്യ ഭാര്യ പോയതിനു ശേഷം ബിനു വിവാഹം കഴിച്ചത് മറ്റൊരു കോമഡി ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു നടിയായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധം തകരാൻ കാരണം ഈ രേണുവുമായിട്ടുള്ള അവിഹിത ബന്ധമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും രേണു സുധി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ പഴയ കാല കഥകളും രേണുവിൻ്റെ ഈ ഒരു ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോയും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ആളുകൾക്ക് വ്യൂവേഴ്സ് ലഭിക്കുമെന്നതുകൊണ്ട് തന്നെ രേണുവിനെ പലവരും വേട്ടയാടുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ രേണുവുമായി ബന്ധപ്പെട്ട് സുധിയുടെ 2ാമത്തെ വൈഫിൻ്റെ വെളിപ്പെടുത്തലാണ്. ഞാനാണ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വൈഫെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ വോയിസ് കൂടി നമുക്ക് കേട്ടു നോക്കാം. കൊണ്ടുവന്നതാണ് ചേച്ചി. ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാൾ 0 ബാലൻസ് ആണ് നിൽക്കുന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. കൊടുത്തിട്ട് പറയുമല്ല, എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല. ആദ്യമായിട്ട് ആൾ അമേരിക്ക പോകാൻ കാശില്ലാഞ്ഞ് എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിരുന്നത്, ഈ എന്താ പറയാ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടിരുന്നത് എടുത്ത് എന്റെ അമ്മയുടെ കാല് പിടിച്ച് ഞാൻ ആളുടെ അക്കൗണ്ടിൽ കൊടുത്തു. കാരണം ഇത്ര ലക്ഷം രൂപ വേണമല്ലോ നമുക്ക് വെളിനാടുകളിൽ പ്രോഗ്രാം ചെയ്യാൻ പോകണമെങ്കിൽ. ആദ്യമായിട്ട് ഈ ഇന്റർവ്യൂ മുഴുവനായിട്ടും രേണുവിനെക്കുറിച്ചും സുധിയെക്കുറിച്ചുമാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. രേണുവും സുധിയും തന്നെ വഞ്ചിച്ചു എന്നും സുധി തന്നെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, തൻ്റെ വീട്ടിലുള്ള പണം ഉപയോഗിച്ചാണ് അയാൾ അമേരിക്കയിലേക്ക് പോയത് വരെ എന്നും ആ സ്ത്രീ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ പിന്നീട് രേണുവുമായിട്ട് അദ്ദേഹത്തിന് മോശമായൊരു ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ചാറ്റിങ്ങുകളും മെസ്സേജുകളും താൻ കയ്യോടെ പിടിച്ചു. ഇതിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് തങ്ങൾ പിരിയുകയുമായിരുന്നു എന്നാണ് ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. അപ്പോഴാണ് രേണു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ രേണുവിനോട് ചോദിക്കുമ്പോൾ, ഈ മുൻഭാര്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രേണു ഒളിച്ചു മാറുന്നത്. രേണു പറയുന്നത് അങ്ങനെയൊരു ഭാര്യയില്ല, സുധിച്ചേട്ടൻ്റെ 2ാമത്തെ വൈഫ് ഞാനാണ്, നിയമപരമായി വിവാഹം കഴിച്ചത് എന്നെയാണ് എന്നാണ് രേണു പറഞ്ഞു വയ്ക്കുന്നത്. രേണു പറഞ്ഞു മറ്റൊരു കാര്യം കൂടി, സുധിച്ചേട്ടൻ്റെ ആദ്യത്തെ വൈഫ് സൂയിസൈഡ് ചെയ്ത് മരിക്കുകയായിരുന്നു, എന്ന് വെച്ചാൽ ഈ കിച്ചുവിൻ്റെ അമ്മ. എന്നാൽ 2ാമതായിട്ട് എന്നെയാണ് നിയമപരമായി വിവാഹം കഴിച്ചത് എന്നാണ് രേണുക പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഈ സ്ത്രീയെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രേണുവിൻ്റെ മുൻഭർത്താവിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാളുടെ വെളിപ്പെടുത്തൽ. രേണുവും അതുപോലെ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ വിവാഹ ജീവിതത്തിൽ സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് അവിടെ സിനിമാക്കാർ താമസിച്ചിരുന്ന ഒരു വീടിനടുത്തായിരുന്നു ഇവരും താമസിച്ചിരുന്നത്. അവിടെ വെച്ചിട്ടാണ് നടനായിട്ടുള്ള സുധിയെ പരിചയപ്പെടുന്നത്. ഇവരുടെ ബന്ധം, സൗഹൃദം പിന്നീട് മറ്റൊരു മോശമായ തരത്തിലേക്ക് മാറുകയും പിന്നീട് സുധിയുടെ കൂടെ രേണു പോവുകയുമായിരുന്നു എന്നാണ് സുഹൃത്തിൻ്റെ വെളിപ്പെടുത്തൽ. അതിൻ്റെ ഭാഗം കൂടി നമുക്ക് കേട്ടു നോക്കാം. ഈ ജനങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ രേണു സുധിയെ കുറ്റപ്പെടുത്തുന്നല്ല, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ള സത്യമാണ്. പിന്നെന്തിനാണ് ഈ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന രീതി? പിന്നെ അങ്ങനെയില്ല, ഞാൻ പവിത്രയാണ്, ഞാൻ വളരെ പരിപാവനമാണെന്നൊക്കെ ഈ പറയുന്നത്, അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ 2 തകർന്നത്. ആ ബിനു എന്ന് പറയുന്ന അവന്റെ കുടുംബം തകർന്നത് ഇവര് കാരണം. അതായത് സുധിയുടെ കുടുംബം തകർന്നു. പിന്നെ സുധി ഇന്ന് ഏൽക്കുമായിരുന്നു. സുധി പിന്നെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ സുധിയുടെ 2nd വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോകായിരുന്നു. ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം തകർന്നു പോയത്. എന്നിട്ടാണ് ഈ പെണ്ണ് ഇവിടെ കിടന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് രേണുവും സുധിയും വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഇവർ മറ്റു വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലാണ് പിന്നീടുണ്ടായ രേണുവിൻ്റെ ഇൻ്റർവ്യൂ.
ആ ഇൻ്റർവ്യൂവിൽ രേണുവിൻ്റെ മുൻ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ രേണു അതിന് കൃത്യമായി മറുപടി നൽകുന്നില്ല എന്നതാണ്. അതിന് ഉരുണ്ടുകളിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. രേണു വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്താണ് സോഷ്യൽ മീഡിയയ്ക്ക്? രേണു 2 വിവാഹം കഴിച്ചാൽ എന്താണ്, ഇനി 3 വിവാഹം കഴിച്ചാൽ എന്താണ്? അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, രേണു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് സുധിയുടെ ഭാര്യയാണ്, സുധിയുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അത്രമാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. പിന്നീട് എന്തിനാണ് രേണുവിനെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇപ്പോൾ രേണുവിൻ്റെ മുൻ ഭർത്താവിൻ്റെ സുഹൃത്തെന്നും സുധിയുടെ 2ാമത്തെ വൈഫ് എന്നും പറഞ്ഞുകൊണ്ട് പലരും എത്തിച്ചേരുന്നുണ്ട്. ഇവരൊക്കെ പണ്ട് എവിടെയായിരുന്നു? ഇനി പണ്ട് ഇവരെല്ലാം മിണ്ടാതെ മൗനത്തോടെ നിന്നു, ഇപ്പോഴെന്തുകൊണ്ട് വരുന്നു? രേണുവിൻ്റെ ഫെയിം കണ്ടിട്ടാണോ? രേണു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഫേമസ് ആകുന്നത് ഇവർക്ക് അസ്വസ്ഥരാക്കുന്നോ? അതിനാണോ ഇവർ മുന്നോട്ട് രംഗത്ത് വരുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. സുധിയുടെ 2ാമത്തെ ഭാര്യ പറഞ്ഞു വെക്കുന്നത് തന്നെക്കുറിച്ച് രേണു മോശം അപവാദങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. എന്നാൽ രേണു ഇന്ന് വരെ ഒരു ഇൻ്റർവ്യൂവിലും സുധിയുടെ 2ാമത്തെ വൈഫ് ഉണ്ട് എന്നോ അല്ലെങ്കിൽ 2ാമത്തെ വൈഫിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. സുധിയുടെ 2ാമത്തെ വൈഫ് താനാണെന്നേ പറയുന്നുള്ളൂ. എന്നാൽ ഈ 2ാമത്തെ വൈഫ് മറ്റൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ പിന്നെന്തിനാണ് സുധിയുടെ വൈഫാണെന്ന് അവകാശമുഖത്ത് ഉന്നയിക്കുന്നത്? ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടുമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക്